ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇബാ കളക്ഷൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 3 വർഷം ഞങ്ങൾ കാത്തിരുന്നതിന് ശേഷം ഞങ്ങളുടെ ഓർക്കിഡ് ഒരെണ്ണം പൂവിട്ടിരിക്കുകയാണ്. അതിന് ഈ 3 വർഷവും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പം പൂക്കും. ഇതാണ് ആ പൂങ്കുല. ഇത് ക്യൂൻ ഓഫ് ദ ഓർക്കിഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് വെറൈറ്റിയിൽ ഒന്നാണ്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗ്രാമറ്റോഫിലം സ്ക്രിപ്റ്റം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിന് ഗ്രീനിഷ് യെല്ലോ കളറിലെ ഫ്ലവറാണ്. ഏകദേശം 1 മീറ്റർ 1.5 മീറ്റർ ഏകദേശം 1.5 മീറ്ററിനധികം വലിപ്പമുണ്ട് ഈ പൂങ്കുലയ്ക്ക്. കാരണം ഈ താഴേന്ന് തുടങ്ങിയ ഈ പൂൻ തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഇത്രയും വലുതാണ്. അതിന് ശേഷമാണ് ഈ പൂക്കൾ ഉണ്ടാക്കുന്നത്. 100-ന് മുകളിൽ പൂക്കൾ എന്തായാലും കാണും. നല്ല മണമാണ്. താമരപ്പൂവിൻ്റെ മണം എന്ന് പറയത്തില്ലേ, നല്ല മൈൽഡ് സ്മെൽ. ഇനി ഇപ്പം കുറച്ച് ദൂരെയാണ്, 1.5 അടി ദൂരത്താണ് നിൽക്കുന്നത്. എന്നാൽ പോലും നല്ല മണമാണ് എനിക്കിത് അനുഭവപ്പെടുന്നത്. ഇത് നമ്മുടെ ഓർക്കിഡുകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, കാട്ടിലാണിത് വളരുന്നത്. ഇപ്പോൾ നമ്മൾ പലതും വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും കാട്ടിലെ മരങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ഇത് വളരുന്നത്. അതുപോലെ ഇതും കാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് വളരുന്ന മരത്തിനെ ഇത് നശിപ്പിച്ച് കളയും. ഇത് നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരസൈറ്റ് ആയിട്ടല്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിൽക്കണ്ണി ഉണ്ടല്ലോ, ഇത്തിൽക്കണ്ണിയൊക്കെ വളരുന്നത് പോലെ ആ മരത്തിൻ്റെ ആഹാരം വലിച്ചെടുത്തല്ല ഓർക്കിഡുകൾ വളരുന്നത്. പക്ഷേ ഇത് ഏറ്റവും വലിയ ഓർക്കിഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഭാരക്കൂടുതൽ കൊണ്ട് ഇത് ആ കമ്പ് ഒടിഞ്ഞ് വീണ് അത് ആ മരം നശിച്ചു പോകാനിടയുണ്ട്. അങ്ങനെയാണ് മരത്തിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞത്. ഈ ഓർക്കിഡിനെ കണ്ടാൽ നമ്മുടെ ഡാൻസിങ് ഗേൾ ഉണ്ടല്ലോ, ഒൻസീഡിയ ഓർക്കിഡ്, അതുപോലെ തോന്നും. കാരണം അതിൻ്റെ ബൾബ് പോലുള്ള ഒരു ബൾബും അതിൻ്റെ ലീഫ് പോലുള്ള ലീഫുമാണ്. പക്ഷേ അതിൻ്റെ ലീഫ് വളരെ കുഞ്ഞു ലീഫാണ്. ഇത് വളരെ വലുത്. അതിൻ്റെ ഒരു 5-6 ഇരട്ടി വലിപ്പമുള്ള ലീഫാണ് ഇതിനുള്ളത്. ഇത് വളരെ വലുപ്പത്തിലുള്ള ഒരു പ്ലാന്റാണ്. എനിക്കൊരു സിംഗിൾ ബൾബാണ് ഇത് കിട്ടിയത്. കുറച്ച് അത്യാവശ്യം വിലയുള്ള വെറൈറ്റിയുമാണ് ഈ ഓർക്കിഡ്. നമ്മൾ സാധാരണ ഓർക്കിഡ് ചെടി കണ്ടാൽ അറിയാം അത് കൃത്യമായിട്ട് വളവും വെള്ളവും പ്രകാശവും ഒക്കെ കിട്ടുന്ന ചെടിയാണ്. അതിൻ്റെ ലീഫ് നോക്കിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ചെടി കണ്ടോ, ഇതിൻ്റെ ഇലയ്ക്ക് ഒരു കറുത്ത പച്ച കളറാണ്. ശരിക്കും ആരോഗ്യമുള്ള ഒരു ഓർക്കിഡിന് ഇളം പച്ച കളറിലെ ലീഫാണ്. ഇത് ഈ കറുത്ത നിറം വരാനൊരു കാര്യമുണ്ട്. ഈ മൊട്ട് വിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ചെടിയെ പുറത്തിറക്കിയിട്ടേ ഇല്ല. അത് ഞങ്ങൾക്ക് പേടിയാണ്. എന്തെങ്കിലും കാരണത്താൽ ഈ ചെടി ഒടിഞ്ഞു പോവുമോ, ഈ പൂങ്കുല ഒടിഞ്ഞു പോവുമോ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നതല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് അകത്താണ് സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഈ വന്നിരിക്കുന്നത്. നല്ലതുപോലെ വളവും ഒക്കെ കൊടുത്തെങ്കിലേ ഈ ചെടി 2-3 വർഷം എടുത്താലും പൂക്കത്തുള്ളൂ. ഇപ്പം ദാരിദ്ര്യം നോക്കിക്കേ, ഇതിൻ്റെ വേര് കണ്ടോ. ഇതിൻ്റെ വേരെല്ലാം നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരായിട്ടാണ് വളരുന്നത്. കാരണം എല്ലാ ചെടികളുടെയും വേര് താഴോട്ടാണ് വളരുന്നത്. പക്ഷേ ഇതിൻ്റെ വേരുകളെല്ലാം മുകളിലേക്കാണ് വളർന്നത്. ഇതിൻ്റെ വേരിന് നല്ല വൈറ്റ് കളറാണ്. പക്ഷേ ഇത് കണ്ടാൽ നല്ല വൈറ്റ് കളറൊന്നുമല്ല. ഇത് മഴയത്ത് ഇത് ഹാങ് ചെയ്തതൊന്നുമല്ല, നിലത്ത് ഈ ചെടിച്ചട്ടിക്കൂടെ വെച്ചിരുന്നതാണ്. ഇപ്പം കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് അതിൻ്റെ വേരിനെല്ലാം ഒരു കളർ ചേഞ്ച് വന്നതാണ്. അതൊക്കെ മാറും. 2-3 ദിവസമൊക്കെ കുറച്ച് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇത് മാറും. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇതിനകത്ത് കരിക്കട്ട മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പൊതുവേ ചകിരി തൊണ്ട് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യാറില്ല. കാരണം അഴുകൽ വരാനും ഒച്ച വരാനും സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ കരിക്കട്ടയും കട്ട പീസും ഇടും, ഓട് പീസും ഒക്കെ. പക്ഷേ ഇതിനകത്ത് ഞാൻ കരിക്കട്ട മാത്രമേ നിറച്ചിട്ടുള്ളൂ. നമുക്കിത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഭയം കൊണ്ട് ഞങ്ങൾ കരിക്കട്ട മാത്രമേ നിറച്ചുള്ളൂ. ഈ ചെടിയുടെ സൺലൈറ്റ് എന്ന് പറയുന്നത്, ഇതിന് സൂര്യപ്രകാശം എന്ന് പറയുന്നത്, അത്യാവശ്യം സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ്. എന്ന് പറഞ്ഞാൽ കത്തുന്ന സൂര്യപ്രകാശമൊന്നും വേണ്ട. രാവിലെ ഒരു 10-11 മണി മുതലുള്ള സൂര്യപ്രകാശം ഒരു 2 മണി വരെയൊക്കെ കിട്ടുന്നിടത്ത് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് ശേഷം കിട്ടുന്ന വെയിൽ,
ഒട്ടും വെയിലില്ലാതിരിക്കരുത്. തണലത്തായി പോയാൽ ദാ ഈ നിറം വരും. നല്ല കടുത്ത പച്ച കളറിലെ ഇലകളായിരിക്കും അതിന് വരുന്നത്. പൂക്കൾ ഉണ്ടാകാനും ഒരു സ്വല്പം താമസം വരും. ഇതിന് നല്ലതുപോലെ വളം ചെയ്യേണ്ട ഒരു ചെടിയും കൂടാണ്. നല്ലതുപോലെ വളം ഇട്ടെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഈ വളം നല്ലതുപോലെ ചെയ്തുകൊണ്ടാണ് ഇത്ര ആരോഗ്യമുള്ള ഒരു പൂങ്കൊല ഇതിനുണ്ടായത്. നല്ല നല്ല ആരോഗ്യമുള്ള ഒരു പൂങ്കൊലയാണ്. ഏകദേശം 6 മാസത്തിന് മുകളിൽ ഈ പൂക്കൾ നിൽക്കും. ഇതിൻ്റെ തുമ്പ് ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്നീ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നതിൻ്റെ ഒരു അശ്രദ്ധയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം. കുറച്ച് ഭാഗം ചീഞ്ഞു പോയിട്ടുണ്ട്. താഴോട്ട് ഇനിയും കുറച്ചുകൂടെ പൂവുകളുണ്ടായിരുന്നു. ആ ഭാഗം വെച്ചത് ചീഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും ചീയൽ മേലോട്ടൊന്നും വന്നിട്ടില്ല. ആ തുമ്പ് ഭാഗമാണ് അങ്ങനെ പോയത്. എന്തായാലും ഞങ്ങൾ കാത്തിരുന്ന് പൂർത്തിയൊരു ഓർക്കിഡാണ്. നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ വാട്ടറിങ് എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കേണ്ടതാണ്. നല്ല സൂര്യപ്രകാശം വേനൽക്കാലത്ത് നല്ലതുപോലെ നനയ്ക്കണം. പക്ഷേ കുറേ നാൾ പൂക്കൾ ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആഗ്രഹം തോന്നത്തില്ലേ, ഇത്രയും നാളായിട്ട് ഇത് പൂത്തില്ലല്ലോ എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വെള്ളം കൊടുക്കലൊന്ന് കുറയ്ക്കാം. വെള്ളം കൊടുക്കൽ കുറച്ചാൽ ഇതിൻ്റെ ആ ബൾബ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങാൻ തുടങ്ങുന്ന ആ സമയം മുതൽ വീണ്ടും നനച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂവിടും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ട അറിവ്. ഇതൊന്നും ഇല്ലാതാണ് ഞങ്ങൾക്ക് ഈ പൂവ് വിടർന്ന് കിട്ടിയത്. ഞങ്ങൾ ഏകദേശം ഒരു 2 ഭാഗം ആയിക്കഴിഞ്ഞാലൊക്കെയാണ് സത്യത്തിൽ ഞാൻ ഈ പൂങ്കൊല എൻ്റെ കണ്ണിൽ വരുന്നത്. ഞാൻ എന്നും ഇതിൻ്റെ അടുക്ക പോയി നോക്കുമായിരുന്നു. പക്ഷെ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എനിക്കത് എവിടുന്ന് ഫ്ലവർ വരുമെന്ന് അറിയാൻ വയ്യാത്ത കൊണ്ടും കൂടെ ആയിരിക്കും എൻ്റെ ശ്രദ്ധയിൽ വരാഞ്ഞത്. ഓക്കെ, ഒരു ബൾബിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ആ പൂങ്കൊല വരുന്നത്. ഇത് അടർത്തി മാറ്റാതിരിക്കുകയാണെങ്കിൽ ഈ ഓരോ ബൾബും വെച്ചതാകുന്ന സമയത്ത് അതിൽ നിന്ന് വീണ്ടും വീണ്ടും പൂക്കളുണ്ടായി ഇത് നിറയാറുണ്ട്. ഇത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ചെടിയല്ല, പക്ഷെ മരത്തിലൊക്കെ കെട്ടി വെച്ച് വളർത്താം. കാരണം പലരും ഇത് തൊണ്ടിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിത് നിറയെ ഹോളുള്ള ഒരു വലിയൊരു പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിറയെ വേരുകളും ഒക്കെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെടിയുടെ ഫെർട്ടിലൈസറിനെ നോക്കാം. ഞാനിത് ഇപ്പം മഴക്കാലമാണ്. ഞാൻ ഇതിന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കുന്നത്. 19 എങ്കിക്ക് അത് കൊടുക്കും. പിന്നെ ഗ്രീൻ കെയർ കൊടുക്കാറുണ്ട്. അതിൻ്റെ യെല്ലോ ഫ്ലവറിൻ്റെ യെല്ലോ കളറിൻ്റെ അത് കൊടുക്കാറുണ്ട്. പിന്നെ വേനൽക്കാലത്ത് ഞങ്ങൾ ചാണകപ്പൊടിയാണ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് വെള്ളത്തിൽ 3-4 ദിവസം കുതിർത്തിട്ട് അത് നേർപ്പിച്ച് എല്ലാ ഓർക്കിഡ് ചെടിക്കും ഒഴിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ യെല്ലോ കളറിലെ ഫ്ലവറുള്ള ഗ്രാമറ്റഫൈലം സ്ക്രിപ്റ്റമാണ്. ഇത് തന്നെ ബ്രൗൺ കളറിലെ ഫ്ലവറുള്ളതുണ്ട്. ഇതല്ലാതെ ലെപ്പേഡ് ഓർക്കിഡ് അല്ലെങ്കിൽ ടൈഗർ ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുണ്ട്. നല്ല പുള്ളിയുടെ ദേഹം പോലെ പുള്ളികളുള്ള ബ്രൗൺ കളറിൽ യെല്ലോ സ്പോട്ടുള്ള ചെടിയുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇനിയും കളക്ട് ചെയ്യാനുള്ള ശ്രമമുണ്ട്. പിന്നെ ഈ യെല്ലോ ഷെയ്ഡിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പ് ഒന്നും എൻ്റെ കയ്യിലുണ്ട്. അതും ഇതുവരെ ഫ്ലവർ ചെയ്തില്ല. അത് ഒരു 1.5 വർഷം പഴക്കമുണ്ട്. പക്ഷേ അത് ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ ഓർക്കിഡ് ചെടിയെ, എൻ്റെ ഗ്രാമറ്റോഫില്ലം സ്ക്രിപ്റ്റത്തിനെ? കഴിയുന്നതും എല്ലാവരും ഇതിലൊരു പ്ലാന്റ് വളർത്താനൊന്ന് ശ്രമിക്കണം. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാൽ പോലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ വളർത്താൻ ശ്രമിക്കണം. കാരണം അതൊന്ന് പൂത്തു നിന്നാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി പോലല്ല. ഇത് ഭംഗിയാണെന്നറിയാം ഇതിന് കാണാൻ. നല്ല മണവുമുണ്ട്. എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.